ഞാൻ ആദ്യം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം പറയുന്നത്, അതിൻ്റെ 3-ാം വാക്യം, അതിൻ്റെ ആദ്യ ഭാഗത്ത്, രാവിലെ ആകാശം ചുമന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ കാലലക്ഷങ്ങളെ വിവേചിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലയോ? നമുക്കറിയാം, ആ കാലങ്ങളിൽ അവർ ദൈവവചനം പഠിക്കുമായിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ 1-ാം വരവ് എപ്പോഴാണെന്ന് അവർക്ക് മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അതെപ്പോഴാണെന്ന് വ്യക്തമായി പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. 9-ാം അധ്യായത്തിൽ അവർ എപ്പോഴാണ് മഴ വരുന്നത് എന്ന കാര്യം അവർക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ നാളത്തെ കാലാവസ്ഥ എന്താണ്. നമ്മളും അതുപോലെയാണ്. നാം പേപ്പർ വായിക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാം. ഉക്രൈനിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതുപോലുള്ള പല കാര്യങ്ങളും. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെപ്പറ്റി നമുക്കറിയുകയുമില്ല. ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ ഒരു വാക്യത്തിലേക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 37-ാം വാക്യം. മത്തായി 24-37. നോഹയുടെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. അന്ന് ആ ജലപ്രളയത്തിനു മുമ്പ് നോഹ പെട്ടകത്തിൽ കയറിയ ആ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെയെല്ലാം നീക്കിക്കളവോളം അവർ അറിഞ്ഞില്ല. 40-ാം വാക്യത്തിൽ, 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാളെ എടുക്കും, മറ്റയാളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുന്നു എന്ന് നിങ്ങൾക്കറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് തിരിച്ചു പോയാൽ നോഹയുടെ കാലം എങ്ങനെയായിരുന്നു നമുക്കവിടെ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോഹയുടെ കാലത്തെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ 5-ാം വാക്യം നാം വായിക്കുമ്പം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. ഇന്നിത് വളരെ സത്യമാണ്. ഇന്ന് കാണുന്ന എല്ലാത്തരം ദുഷ്ടതയും, ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ മാത്രമല്ല, വഴിതെറ്റിയ ലൈംഗികത, സ്വവർഗഭോഗം, ഇങ്ങനെയുള്ള അനേകം ദുഷ്ടതകൾ ഈ ഭൂമി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു എന്ന് മാത്രമല്ല, അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എപ്പോഴും ദോഷമുള്ളതെന്നും ദൈവം കണ്ടു. നാം ഈ കാര്യങ്ങൾ ഉണർവുള്ളവരായിരിക്കണം. നമ്മൾ പരീശന്മാരെ പോലെ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെപ്പറ്റി ബോധ്യമില്ലാത്തവരായിരിക്കരുത്. കർത്താവിൻ്റെ വരവിനോട് വളരെ അടുത്ത ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. 7-ാം വാക്യം വളരെ ദുഃഖകരമാണ്. ഇവയെ ഞാൻ ഉണ്ടാക്കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. നമ്മുടെ ഭാഷയിലാണ് ഇത് പറയുന്നത്. ദൈവത്തിന് ഭാവി എന്താണെന്ന് അറിയാമായിരുന്നു. നോഹയുടെ കാലത്ത് സംഭവിക്കാൻ പോകുന്നതെല്ലാം അവൻ അറിയാമായിരുന്നു. എന്നാൽ അവൻ മനുഷ്യൻ്റെ ഭാഷയിലാണ് ഇത് പറയുന്നത്. കാരണം നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന പോലെ പഴയ നിയമത്തിലുള്ളവർക്ക് മനസ്സിലാവുമായിരുന്നില്ല. മനുഷ്യൻ ഇങ്ങനെ ആയതിൽ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയം എത്രമാത്രം ദുഃഖിച്ചു എന്നാണ്. നമ്മൾ പറയും നമുക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ വേണം. ഭാര്യ തൻ്റെ ഭർത്താവിനോടുള്ള കൂട്ടായ്മയിലായിരിക്കണം. അതുപോലെ നീയും കർത്താവിൻ്റെ മണവാട്ടിയാണെങ്കിൽ നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കണം. അവന് ദുഃഖം തോന്നിയാൽ കോപമല്ല, ദുഃഖം മനുഷ്യൻ ദുഷ്ടനായിരിക്കുന്നതിൽ. നീ കർത്താവിൻ്റെ മണവാട്ടിയാണോ എന്ന് നിനക്കറിയാം. അതിനുള്ള പരീക്ഷ ഇതാണ്. നിന്റെ ചുറ്റും ലോകത്ത് നടക്കുന്നതിൽ നിന്റെ ഹൃദയം ദുഃഖിക്കുന്നുണ്ടോ? അതോ നീ പറയുമ്പോൾ എനിക്കത് കാര്യമല്ല, ഞാൻ ഗൾഫിൽ പണം ഉണ്ടാക്കുന്നുണ്ട്,
അതുപോലെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് നല്ല ജോലിയുണ്ട്. നിന്റെ വിചാരം അതേ ഉള്ളൂ? നീ മറ്റുള്ള ജാതികളിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ലാത്തവനാണ്. മറ്റെല്ലാ ജാതികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, ക്രിസ്ത്യാനികളല്ലാത്തവരോ പേരിന് ക്രിസ്ത്യാനികളായവരോ അല്ലെങ്കിൽ ലൗകിക ക്രിസ്ത്യാനികളോ തമ്മിലുള്ള വ്യത്യാസം, അത് വെളിച്ചവും ഇരുട്ടും പോലെ വ്യത്യസ്തമായിരിക്കണം. നിങ്ങളൊരു മുറിയിലേക്ക് പ്രവേശിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ വെളിച്ചമുണ്ടോ അതോ അവിടെ ഇരുട്ടാണോ എന്ന്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിൻ്റെ ചുറ്റുമുള്ള ആളുകൾ, നിൻ്റെ ബന്ധുക്കൾ, മാനസാന്തരപ്പെടാത്ത നിൻ്റെ ബന്ധുക്കൾ, നിന്നോടുകൂടെ ജോലി ചെയ്യുന്ന അനേകർ, ഗൾഫിലുള്ള മറ്റാളുകൾ നിന്നെ കാണുമ്പോൾ, അവർ നിന്നോട് സംസാരിക്കുമ്പോൾ, അവർ നിശ്ചയമായിട്ടും മനസ്സിലാക്കണം സാധാരണ ക്രിസ്ത്യാനിയിൽ നിന്ന് നീ വ്യത്യസ്തനാണെന്ന്. ഞാൻ നേവിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പൂർണ്ണമായിട്ടും ഇത് വിശ്വസിച്ചു. പല നാമധേയ ക്രിസ്ത്യാനികളോടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ തീരുമാനിച്ചു, ഞാൻ മറ്റ് ക്രിസ്ത്യാനികളല്ലാത്തവരല്ല, ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരിൽ നിന്നും ഞാൻ വ്യത്യസ്തനാണെന്ന്. കാരണം ഞാൻ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അവൻ്റെ സാക്ഷിയാകാനും ലജ്ജയില്ല. അതുകൊണ്ട് എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടാലും സത്യത്തിന് വേണ്ടി നിൽക്കണമെന്ന് ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിച്ചു. അനീതിയായ ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പല പ്രലോഭനങ്ങൾ, നേവിയിലുള്ള പലരും അനീതിയായ പല കാര്യം ചെയ്യും. തെറ്റായ പ്രസ്താവനകൾ എഴുതുക, പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യത്തിൽ. ഞാൻ പറയും, ക്ഷമിക്കണം സാറ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഒരിക്കൽ അരമണിക്കൂർ കൊണ്ട് എന്നെ സ്ഥലം മാറ്റി. അത് സാരമില്ല. അന്നത്തെപ്പറ്റി ഞാൻ ഓർക്കുന്നു, എനിക്ക് 24 വയസ്സ് മാത്രമേ ഉള്ളൂ. അന്ന് ദൈവം എന്നെ പരിശോധിച്ച് നോക്കുമായിരുന്നു, ഈ മനുഷ്യൻ എന്നെ സേവിക്കാൻ യോഗ്യനാണോ എന്ന്. ഇവന് ബൈബിൾ അറിയാമോ എന്ന് മാത്രമല്ല, ഇവൻ എനിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാകുമോ. ചുറ്റുമുള്ളവരൊക്കെ പൊത്തരുത്തപ്പെട്ട് ജീവിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് നേരെ ഒരു ചോദ്യം ചോദിക്കട്ടെ. കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അവൻ്റെ മുമ്പിൽ നിൽക്കുമെന്ന്, അന്ന് നിങ്ങൾ ചെയ്തിട്ടുള്ള സകല കാര്യത്തിനും അവൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന്, നീ എഴുതിയ ഓരോ അക്കൗണ്ടിനും, നിൻ്റെ ഓഫീസിലോ നിൻ്റെ വീട്ടിലോ നീ പറഞ്ഞിട്ടുള്ള സകല വാക്കുകൾക്കും കർത്താവിനെ എതിരേൽക്കാൻ നീ തയ്യാറാണോ? കർത്താവ് ഞാൻ തയ്യാറാണെന്ന് പറയാൻ കഴിയുമോ? എൻ്റെ കണക്ക് കൃത്യമാണ്. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റുപറയാത്ത ഒരു കാര്യവുമില്ല. ഞാൻ ഏറ്റുപറയാത്ത ഒരു പാവവും എൻ്റെ ജീവിതത്തിലില്ല. എവിടെയൊക്കെ എനിക്ക് സാധ്യമാണോ അവിടെയൊക്കെ ഞാൻ ഒരു ശിഷ്യനാണെന്ന് വെളിപ്പെടുത്താറുണ്ട്. നിങ്ങളുടെ വാക്കിലൂടെ പ്രസംഗത്തോടെ ആയിരിക്കണമെന്നില്ല, അവിടെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അനുവാദമില്ലായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതം, യേശു പറഞ്ഞില്ല നിങ്ങളുടെ വാക്കാണ് നിങ്ങളുടെ വെളിച്ചമെന്ന്. മത്തായി 5 യേശു പറഞ്ഞു, നിങ്ങളുടെ ജീവിതമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കേണ്ടത്. നമ്മുടെ ജീവിതമാണ് വെളിച്ചം. ഏതാണ്ട് 200ഓളം മാനസാന്തരപ്പെടാത്ത അവിശ്വാസികളോട് ഞാൻ ജോലി ചെയ്തപ്പം എനിക്കത് മനസ്സിലായി. അവിടെ വീണ്ടും ജനിച്ച ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ വെളിച്ചം ഇവിടെ പ്രകാശിപ്പിക്കും. അവരിൽ ചിലർ എന്നെ കളിയാക്കി, എൻ്റെ പുറകിൽ ചിരിച്ചു, എന്നെ കളിയാക്കി, അങ്ങനെ പല കാര്യവും ചെയ്തു. അതെല്ലാം ഓക്കെ, അവരെൻ്റെ രക്ഷകനെ കൊന്നതാണ്. പിന്നെങ്ങനെ ആരെങ്കിലും എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ആകുന്നത്? എങ്കിൽ ഞാനൊരു ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ നാളുകൾ നോഹയുടെ കാലം പോലാണെന്ന്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ വീണ്ടും വായിച്ചു കേൾപ്പിക്കാം. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം അനുതപിച്ചു. എന്നാൽ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. മത്തായി 24 നാം വായിച്ച എന്തുവാ? അവസാന നാളുകൾ നോഹയുടെ കാലം പോലെയാകും. അതിനർത്ഥം ഈ ലോകം മുഴുവൻ നോഹയുടെ കാലം പോലെ ആവും. നോഹയുടെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പാപം ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ കാണുന്നത് അത് പ്രധാനമായിട്ടും ലൈംഗിക പാപങ്ങളാണ്. വഴി പിഴച്ച ലൈംഗിക പാപം. 6-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർക്ക് സൗന്ദര്യമുള്ള പുത്രന്മാർ ജനിച്ചു. 2-ാം വാക്യത്തിൽ പറയുന്ന ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞാൽ ദൂതന്മാരാണ്. ഈ ദൂതന്മാർക്ക് മോഹിക്കാനായിട്ട് കഴിയുമോ? പൂർണ്ണമായി എനിക്കറിയില്ല. ഒരു മനുഷ്യനെ ബാധിച്ചിട്ട് അവർക്ക് മോഹിക്കാൻ കഴിയും. ഈ ഭൂതങ്ങളാണ് മനുഷ്യനെ നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. സ്ത്രീകളെയും അതുപോലെ അശ്ലീല ചിത്രങ്ങളും. ആരാണ് ഇങ്ങനെ അശ്ലീല ചിത്രം കാണാൻ ക്രിസ്ത്യാനികളെ പോലും മോഹിപ്പിക്കുന്നത്? അവരുടെ മൊബൈലിലും അതുപോലെ ലാപ്ടോപ്പിലും ഒക്കെ
എന്നിട്ട് സഭയിൽ വന്ന് വിശുദ്ധരെ പോലെ ഇരിക്കുന്നു. ഭൂതമാണത് 100%. നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂതത്തിന് വളരെ ഇഷ്ടമാണ്. ഇവിടെ പറയുന്നു, ഈ സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ടിട്ട് ഭൂതങ്ങൾക്ക് ഒരു ശരീരമില്ല, അതുകൊണ്ട് ഭൂതങ്ങൾക്ക് ഈ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. എന്നാൽ ആ നാളുകൾ അവർ ആളുകളെ ബാധിച്ചു. അങ്ങനെ ആ പുരുഷന്മാരിലൂടെ ഈ സ്ത്രീകളെ വിവാഹം കഴിച്ചു. പല പല സ്ത്രീകളെ ഇവിടെ വായിക്കുന്നു, തങ്ങൾക്ക് ബോധിച്ചവരെയൊക്കെയും ഭാര്യമാരായിട്ടെടുത്തു. അങ്ങനെ ഈ പുരുഷന്മാരിൽ കൂടെ ഈ ഭൂതങ്ങൾക്ക് ഒരു ലൈംഗിക സുഖം ലഭിച്ചു. ഇത് ലൈംഗിക പാപമാണ്, വഴിപിഴച്ച തെറ്റായ ലൈംഗികത. ഇത് തന്നെയാണ് നാം ഇന്ന് ലോകത്തിൽ കാണുന്നത്. 6000 വർഷത്തെ മനുഷ്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇത്രമാത്രം ഒരിക്കലും ഇത് വഴിപിഴച്ചിട്ടില്ല. ഇന്നത്തെ പോലെ ഇത്ര മോശം അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. നോഹയുടെ കാലത്തും അത് മോശമായിരുന്നു. ഇന്ന് 10%, 100% തന്നെ കൂടുതലാണ്. കാരണം നോഹയുടെ സമയത്ത് ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു. അന്നിങ്ങനെ ലോകം മുഴുവൻ പരക്കുമായിരുന്നില്ല. അന്ന് വീഡിയോ ഇല്ലായിരുന്നു, അശ്ലീല ചിത്രങ്ങളെ പോലെയുള്ള കാര്യങ്ങൾ. ഇന്നതെല്ലാം ഉണ്ട്. വളരെ മോശപ്പെട്ട കാലത്താണ് നാം ജീവിക്കുന്നത്. ലോകം അങ്ങനെയാണ്, അത് മലിനമാണ്. അത് കൂടി 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 വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളിലാരെങ്കിലും ഈ CFC സഭയിലിരിക്കുന്ന ഈ അശ്ലീല ചിത്രമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലജ്ജ കൊണ്ട് നിങ്ങളുടെ തല കുനിക്കണം. നിങ്ങൾ പറയണം, ഒരു CFCയുടെ ഭാഗമായിരിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. ഞാൻ ഒരു വിശുദ്ധനാണെന്ന് പറയുന്നു, എന്നാൽ രഹസ്യമായിട്ട് ഇതാണ് ചെയ്യുന്നത്. നീ കഥകടച്ച് ചിന്തിക്കുന്നു, ആരും കാണുന്നില്ലെന്ന്. ഞാൻ പറയട്ടെ, അടച്ചിട്ട മുറിയിൽ 100 അശുദ്ധാത്മാക്കളുണ്ട്. നീ ആ അശ്ലീല ചിത്രം കാണുമ്പം അവർ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കുക, അതിനെ വെറുക്കുക. ഈ ചവറൊക്കെയാണ് നീ കാണുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും നിൻ്റെ ഭാര്യയുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടായിരിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? കാരണം യേശു പറഞ്ഞു, അന്ത്യനാളുകൾ നോഹയുടെ കാലം പോലെ ആകും. ചെറുപ്പക്കാരെ, പ്രായമായവർ, വിവാഹിതരെ പലരും ഇത് കാണുന്നുണ്ട്. ഈ കാലം ഒരു മത്സരത്തിൻ്റെ കാലഘട്ടമാണ്. 5-ാം വാക്യത്തിൽ കാണുന്നു, അന്ന് മനുഷ്യൻ്റെ ദുഷ്ടത വലിയതായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഇവിടെ വായിക്കുന്നു, നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. സഹോദര, നിനക്ക് ആ മനുഷ്യനാകണമോ? നീ താമസിക്കുന്ന എവിടെയായാലും, നിൻ്റെ ഓഫീസിൽ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ നിങ്ങളെപ്പറ്റി എഴുതാനായിട്ട് കഴിയുമോ? ഈ മനുഷ്യൻ അവിടെ നിൻ്റെ പേര് വയ്ക്കുക. ഇവന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഞാൻ പറയട്ടെ, നിൻ്റെ മേലധികാരി നിനക്ക് തരുന്ന പ്രമോഷനേക്കാൾ 10,000 മടങ്ങ് നല്ലതാണ്.